ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് ഈ മല കയറിയാലോ. ഇതാണിപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഒരു സ്പോട്ട് ഇട്ട്. അത് പാലക്കാടുള്ളതാണ്, വെള്ളരിമേട് എന്ന് പറയുന്ന സ്ഥലമാണ്. നല്ല രസമുണ്ട് കാണാൻ, വൈബായി. നമ്മൾ പിള്ളേരുടെ കൂടെ പോയി നൈസായിട്ട് അടിച്ച് പിടിച്ച് ചോളി അടിച്ച് സംസ്കരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ മഴക്കാലത്ത് മാത്രം കൊല്ലങ്കോട് കാണപ്പെടുന്നൊരു ഒരു പ്രത്യേക ഒരു സെറ്റാണ് സംഭവം. ഇത് കാണാനാണ് നമ്മൾ കയറി പോയത്. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പോയി. ചെക്കൻ തിരി വഴി കാട്ടി. ഇവിടെ വഴിയൊന്നും ഇല്ല, പോവാം, എങ്ങനെയാണെങ്കിലും പോവാം, ഏത് വഴിക്കാണെങ്കിൽ വരാം. ഇത്രയും വലിയ കുന്നും മലയും കാടും ഈ പാറക്കല്ലൊക്കെ താണ്ടി പോകണം നമ്മൾ ആ സ്പോട്ട് കാണാനാണ്. കണ്ടില്ല കുഞ്ഞു കുഞ്ഞു ഉറവുകൾ. ഇതിപ്പോൾ മലേൻ്റെ ഏകദേശം നമ്മൾ കയറി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏറ്റവും ടോപ്പ് വരെ പോകുന്നുണ്ട്. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണാൻ അതുപോലെ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക. സ്ഥലം എല്ലാവരും പോയി നോക്കുക. നൈസാണ്. ഇനിയിപ്പോൾ പാലക്കാട് മാത്രമല്ല, കൊല്ലങ്കോട് പ്രത്യേകിച്ച് എടുത്ത് പറയണം. കൊല്ലങ്കോട് ആൾക്കാർ ഇനിയിപ്പോൾ എങ്ങനെ പോലും വരാൻ ഒരുപാട് ആൾക്കാർ വരാൻ പോയി. ഇപ്പം തന്നെ ഇവിടെ അത്യാവശ്യം തിരക്ക് കയറിയിട്ടുണ്ട്. ഇത് പോകണ വഴിക്ക് ഫുള്ള് കാടാണ്. അതായത് നമുക്ക് നടന്ന് നമ്മൾ വേറെ ഒരു പോയിക്കൊരു അടയാളം കാണും. ആ അടയാളത്തിൽ മാത്രം നമുക്ക് പോയാൽ പതിയാവുള്ളൂ, വേറെ വഴിയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇതാണ്ടല്ലേ പോകണുണ്ടല്ലോ ഒരുത്തൻ, അനിയനാണ്. അവനിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓടി 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 പോകുന്നുണ്ട്. പക്ഷെ എല്ലാവരും കിതച്ചുണ്ട്, നാക്കൊക്കെ വെളിയിൽ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് സത്യാവസ്ഥ. ഇത്രയും നല്ല സ്ഥലത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് തപ്പി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 40 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ. 35-40 കിലോമീറ്ററോളം മാറ്റമുണ്ട്. ആരെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും കൂടെ വരും. ഞങ്ങൾ 4 പേരാണ് പോയത്. 4 പേര് പോയി. സത്യം പറഞ്ഞാൽ രാവിലെ ഇറങ്ങിയിട്ട് ഫുഡ് പോലും ഇല്ല. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ക്ഷീണം അറിഞ്ഞില്ല. കാരണം അവിടെ കുളിക്കാനാണെങ്കിലും നടക്കാനാണെങ്കിലും മഴേൻ്റെ ആണെങ്കിലും താണ്ടില്ലേ ചെക്കൻ മരത്തിലൊക്കെ വലിഞ്ഞു പിടിച്ച് കയറുന്നുണ്ട്. പിള്ളേരൊക്കെ ക്ഷീണിച്ച് തളർന്നു വന്നിരിക്കട്ടെ. നിങ്ങളാരും ഈ ഒരു സ്ഥലം മിസ് ചെയ്യണ്ട. നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് വരാൻ പറ്റുകയാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണത്. നമുക്ക് പറ്റിയൊരു വൈബിനുള്ള 2 പേര് നൈസാണ്. വന്നിട്ട് ജോളി അടിക്കുക, എൻജോയ് ചെയ്യുക, യാതൊരു പ്രശ്നമില്ല. സ്ഥലമൊക്കെ നൈസ് സ്ഥലം, ഫുള്ള് പച്ചപ്പ്. എന്താണെന്ന് വെച്ചാൽ വഴി മാത്രം നമ്മൾ തിരി ദേവിയെ വഴികാട്ട്. വഴി നോക്കി പോകാനോ വരാനോ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. നമ്മൾ വെള്ളത്തിൻ്റെ ശബ്ദം മാത്രം കുറച്ച് ദൂരം നിന്ന് കേൾക്കും. അത് മാത്രം ഒന്ന് മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് പോകണം, അത്രേ ഉള്ളൂ. ഒരുപാട് പേരുണ്ട് കേട്ടോ. സൺഡേ ആണ്, ഒരുപാട് പേരുണ്ട് ഇവിടെ. നമ്മളാരും ഉണ്ടാവില്ല വിചാരിച്ചു അങ്ങനെ കാത്ത് നിന്ന സ്ഥലം ഇത് കാണാനാണ് നമ്മൾ ഇത്രയും മേലെ കയറിയത്. ഇതിൻ്റെ അടുത്ത് പോയിട്ട് വ്യൂ കാണിച്ചു തരാം കേട്ടോ. എന്ത് വേണം, സ്വർഗം, വൈബ് കാണാൻ പറ്റിയ സ്ഥലം, നൈസ്. അതുപോലെ ഇനി ഒന്നുകൂടെ ഉണ്ട്. ഇത് താഴത്തെയാണ്, ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും, പക്ഷെ നമ്മൾ പോയിട്ടില്ല. ഇതാണ് 2ാമത്തെ മുകളിലുള്ള കേട്ടോ. സെറ്റ് സ്ഥലം, ഒന്ന് നോക്കി വൈബ്. ഇവിടെ കുളിക്കുക, നീന്താ, സെറ്റായിട്ട് എൻജോയ് ചെയ്യുക. ഇതാണ് വെള്ളരിമേട്, പാലക്കാടുള്ള കൊല്ലങ്കോട് ജില്ലയിലാണ് വരുന്നത്. സ്ഥലം ഇഷ്ടപ്പെട്ട എല്ലാവരും നേരെ പെട്ടിയും കിടക്കെടുത്ത് പാക്ക് ചെയ്ത് വിട്ടോ. അതുപോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പിള്ളേർ നീന്താൻ തുടങ്ങിയിട്ട് പിന്നെ അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, പീസ്.